ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വാഷിങ്ടൺ ഇർവിങ്ങിന്റെ ചില കഥകൾ പരിചയപ്പെടുത്തുവാനാണ്. വാഷിങ്ടൺ ഇർവിങ് ചില ജർമ്മൻ ഫോക്ക് ടീൽസ് അത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിലേക്ക് എടുത്തെഴുതിയാണ് പ്രശസ്തനായത്. കൂടുതലും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോസ്റ്റ്ലി പ്രസൻസുകളുള്ള അങ്ങനത്തെ കഥകൾ എഴുതിയാണ് വാഷിങ്ടൺ ഇർവിങ് കൂടുതൽ ജനപ്രീതി നേടിയത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വാഷിങ്ടൺ ഇർവിങ് എഴുതിയ ദ ലെജൻഡ് ഓഫ് ദ സ്ലീപ്പി ഹോളോ എന്ന കഥയെക്കുറിച്ചാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ദ ലെജൻഡ് ഓഫ് ദ സ്ലീപ്പി ഹോളോ എന്ന കഥ നടക്കുന്നത് ടാരി ടൗൺ എന്നൊരു പ്രദേശത്താണ്. ടാരി ടൗൺ എന്ന പേര് വരാൻ കാരണം ആ നാട്ടിലുള്ള പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ഈ ടാരി ടൗണിൽ അവിടുത്തെ സത്രത്തിലും അതിനടുത്തുള്ള മദ്യശാലയിലൊക്കെ വന്നിട്ട് അവിടെ തന്നെ ചുറ്റിപ്പറ്റി കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന പേര് കാരണമാണ് അങ്ങനെ ടാരി ടൗൺ, ടാരി ആ പേര് ആ ടൗണിന് വന്നു. അപ്പോൾ ഈ ടൗണിന് തന്നെ 2 മൈൽ മാറി മലകൾക്കിടയിലൂടെ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. അതിനടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആകെ മൊത്തം ആ പ്രദേശം ഒരു ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം പോലെയാണ്. വളരെയധികം നിശബ്ദതയും അതേപോലെ തന്നെ വിചിത്രമായ എന്തോ ഒരു എഫക്റ്റ് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഈ ഉറക്കം തൂങ്ങി ആ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ആൾക്കാർക്കും ഉണ്ട്, ആ സ്ഥലത്തിനും ഉണ്ട്. അങ്ങനെ ആ സ്ഥലത്തിന് സ്ലീപ്പി ഹോളോ എന്ന പേരുമുണ്ട്. ഈ അരുവിക്ക് ചുറ്റുമുള്ള മലകളും അതിന് തൊട്ടപ്പുറത്തുള്ള കുന്നിന്റെ മേളിലുള്ള ഈ പള്ളിയും ഇതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകളിൽ മിക്കപ്പോഴും പറയുന്നത് ഏതോ ജർമ്മൻ ഡോക്ടർ ശപിച്ചതാണെന്നും അതേപോലെ തന്നെ ഈ നേറ്റീവ് ഇന്ത്യൻ ഒരു ചീഫ് അവിടെ വെച്ച് മരണപ്പെട്ടു എന്നും അങ്ങനെ ആ സ്ഥലം മൊത്തത്തിൽ ശാപമേറ്റൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രശസ്തിയുള്ള കഥ എന്ന് പറയുന്നത് അവിടെ തന്നെ കറങ്ങി നടക്കുന്ന രാത്രികളിൽ അതുവഴി പോകുന്നവരെ ശല്യപ്പെടുത്തുന്ന ഒരു ഹെഡ്ലെസ് ഹോഴ്സ്മാന്റെ കഥയാണ്. ഈ ഹെഡ്ലെസ് ഹോഴ്സ്മാൻ ഒരു ജർമ്മൻ സൈനികനാണെന്നാണ് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ഒരു മേഴ്സണറിയായി ജോലി ചെയ്തിരുന്ന ഈ ജർമ്മൻ പട്ടാളക്കാരൻ ഈ ടാരി ടൗണിന്റെ അടുത്ത് തന്നെ നടന്ന ഏതോ ഒരു യുദ്ധത്തിൽ ഒരു പീരങ്കി കൊണ്ടുവന്ന് പുള്ളിയുടെ തല തകരുകയും അങ്ങനെ തല നഷ്ടപ്പെട്ട ഈ സൈനികനെ അവിടെയുള്ള പള്ളിയിലാണ് അടക്കിയതെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ രാത്രിയും ഈ പോയ തല തപ്പി അയാൾ യുദ്ധക്കളത്തിലേക്ക് പോകും. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ തിരികെ പള്ളിയിലേക്ക് തൻ്റെ ശവം കിടക്കുന്നിടത്തേക്ക് തിരികെ വരും. അപ്പോൾ ഈ സമയത്താണ് ആളുകൾ ഇയാളെ കാണുന്നതും ഇയാൾ ആളുകളെ ശല്യപ്പെടുത്തും. ഇതാണ് സ്ലീപ്പി ഹോളോയിലെ തലയില്ലാത്ത കുതിരക്കാരൻ്റെ കഥ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് 30 വർഷത്തിന് ശേഷമാണ് കഥ നടക്കുന്നത്. ഇപ്പോൾ ഈ ടാരി ടൗണിൽ ഇക്കബോത്ത് ക്രെയിൻ എന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ കണക്റ്റിക്കറ്റിൽ നിന്ന് വന്ന ഒരാളാണ്. ആളുടെ ജോലി എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇക്കബോത്ത് ക്രെയിനെ കുറിച്ച് പറയുന്നത് ആള് സ്വയം വിചാരിക്കുന്നത് താൻ വലിയ ഒരു ടീച്ചറാണെന്നും കുട്ടികളെ ശിക്ഷിച്ച് വളർത്തണം എന്നുള്ള അങ്ങനെയുള്ള പലതരത്തിലുള്ള ആശയങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇച്ചിരി സ്ട്രിക്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് താമസിക്കാനോ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇയാൾ ചെയ്യുന്നത് പഠിപ്പിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ തന്നെ ഇങ്ങനെ ആഴ്ചയിൽ ഓരോരോ വീടുകളിൽ ഇയാൾ മാറി മാറി താമസിച്ചു പോകുന്നു. ആളെക്കുറിച്ച് പറയുന്നത് ആള് നല്ല ഭക്ഷണപ്രിയനാണ്. അപ്പോൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ നല്ലപോലെ ഫുഡ് കഴിച്ചിങ്ങനെ താമസിക്കുന്നതാണ് ഇയാളുടെ ശീലം. ഭക്ഷണപ്രിയനാണെങ്കിലും ഇയാൾ ഏകദേശം വയലിൽ നിന്ന് ഇറങ്ങിയ ഒരു നോക്കുകുത്തിയെ പോലെയാണെന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായ ഇക്കബോത്ത് ക്രെയിൻ അവിടുത്തെ മറ്റ് കർഷകരെ അവരുടെ കാർഷിക വൃത്തിയിൽ സഹായിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ പല വീടുകളിൽ ചെന്ന് സംസാരിക്കുകയും അപ്പോൾ അത്യാവശ്യം പഠിപ്പുണ്ട് എന്നുള്ളൊരു പ്രിവിലേജ് അയാൾക്കുണ്ട്. അങ്ങനെ ആ നാട്ടിൽ എല്ലാവർക്കും ജനസമ്മതനാണ് ഇക്കബോത്ത് ക്രെയിൻ. എന്നാൽ ആളുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് പള്ളിയിൽ സംഗീതത്തിന് ആലപിക്കുക എന്നുള്ളതാണ്. താൻ തന്നെ വലിയ പാട്ടുകാരനാണെന്ന് വിചാരിക്കുന്ന ഇക്കബോത്ത് ക്രെയിൻ ഈ പാട്ടിന്റെ കാര്യത്തിൽ ബാക്കിയുള്ളവർക്ക് അയാളെ അത്ര താല്പര്യമില്ല. എങ്കിലും ഇക്കബോത്ത് ക്രെയിൻ എല്ലാവരെയും പഠിപ്പിക്കുന്നു. അതേസമയം ഇക്കബോത്ത് ക്രെയിനിന് അങ്ങനെ പള്ളിയിൽ പഠിപ്പിക്കുന്ന കാട്രീന വാൻ ടസലിനെ ഭയങ്കര ഇഷ്ടവുമാണ്. നാട്ടിലെ ഒരു പ്രമാണിയാണ്
കട്രീനയുടെ പിതാവായ ബൾട്ടൂസ് വൺ ടോസ്കൻ. അപ്പോ ഈ ബാൽട്ടൂസിന്റെ പണവും അതുപോലെ തന്നെ ആ ഫാമും ഒക്കെ കണ്ടിട്ടും കൂടിയാണ് ഇക്കബോത്ത് ക്രെയിനിന് കട്രീനെ ഇത്ര ഇഷ്ടം. പറഞ്ഞല്ലോ, ആളൊരു ഭക്ഷണപ്രിയനാണ്. അപ്പോൾ കട്രീനയ്ക്ക് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഉറപ്പായും നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുമെന്ന് ഇക്കബോത്ത് ക്രെയിനിന് അറിയാം. എന്നാൽ കട്രീനെ വിവാഹം കഴിക്കാൻ അത്ര എളുപ്പമല്ല. ഓൾറെഡി തന്നെ പല ആളുകൾ കട്രീനയ്ക്ക് അടുക്കൽ വരാറുണ്ട് പ്രണയാഭ്യർത്ഥനയൊക്കെയായി. അതിൽ മെയിനായിട്ടുള്ളത് നാട്ടിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു ചെറുപ്പക്കാരനായ ബ്രോം ബോൺസ് ആണ്. ബ്രോം ബോൺസ് ആകട്ടെ കണ്ടാൽ തന്നെ ഹെർക്കുലീസ് പോലെ ഇരിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അതായത് ശാരീരികമായി നല്ല ശക്തിയും അതുപോലെ തന്നെ വലിയൊരു കുതിരസവാരിക്കാരനൊക്കെ ആയിട്ട് അറിയപ്പെട്ട ബ്രോം ബോൺസ് അതേസമയം നാട്ടിലിങ്ങനെ ഒരു പ്രധാന പ്രാങ്സ്റ്ററും കൂടിയായിരുന്നു. അപ്പോൾ ദീർഘകാലം കട്രീനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ബ്രോം ബോൺസ് ഇക്കബോത്ത് ക്രെയിൻ തന്റെ അഭ്യർത്ഥനകളുമായി മുന്നോട്ട് വരുമ്പോൾ പെട്ടെന്ന് പിൻവലിയുന്നതാണ് കാണുന്നത്. എന്നാൽ ഇവർ തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള യാതൊരു കൺഫ്രണ്ടേഷനോ അല്ലെങ്കിൽ കൊടൂര യുദ്ധമോ ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിലും ഇക്കബോത്ത് ക്രെയിൻ കട്രീനയുടെ പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ പലതരത്തിലുള്ള കഷ്ടകാലങ്ങളിൽ ചെന്ന് പെടാൻ തുടങ്ങി. ഇക്കബോത്ത് ക്രെയിന്റെ സ്കൂൾ ഹൗസ്, അതായത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലം, അത് ആരോ വന്ന് തകർക്കുകയും രാത്രിയിൽ ആരൊക്കെ വന്ന് ഇക്കബോത്ത് ക്രെയിനെ ശല്യപ്പെടുത്താനും ഒക്കെ തുടങ്ങി. അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇക്കബോത്ത് ക്രെയിനിന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയായിരിക്കും ഒരു ദിവസം ബൽത്തൂസ് ഫോൺ ടെസൽ അവിടെ ആ നാട്ടുകാർക്കായി ഒരു പാർട്ടി ക്രമീകരിക്കുകയാണ്. നാട്ടിലുള്ള എല്ലാവർക്കും ക്ഷണം പോയിട്ടുണ്ട്, അതുപോലെ ഇക്കബോത്ത് ക്രെയിനും കിട്ടി. അങ്ങനെ എല്ലാവരും അവിടെ കൂടി വരുന്നു. ആദ്യം എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു. അപ്പോൾ ഭക്ഷണം കണ്ടപ്പോൾ തന്നെ ഇക്കബോത്ത് ക്രെയിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഫുഡ് കഴിച്ചു എല്ലാവരും. അതിനുശേഷം ഡാൻസിങ്. ഇക്കബോത്ത് ക്രെയിൻ ആകട്ടെ കട്രീനയോട് കൂടി ഡാൻസ് കളിക്കുന്നു. ഇത് കണ്ട് ബ്രോം ബോൺസ് അത്ര സന്തോഷവാനായിട്ടല്ല എങ്കിലും ഒന്നും പറയാതെ അവിടെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ ഡാൻസിങ്ങിന് ശേഷം അവർ വൈകുന്നേരമായപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഓരോ കാര്യങ്ങൾ പറയാനും, അവിടെ ഉണ്ടായിരുന്ന മുതിർന്നവർ ആദ്യം പഴയ യുദ്ധകഥകളൊക്കെ പറയുന്നു. പിന്നെ പതിയെ പതിയെ അത് സ്ലീപ്പി ഹോളോയിലെ വിവിധ പ്രേതകഥകളായി. അങ്ങനെ ഇതൊക്കെ കേട്ട് ഇക്കബോത്ത് ക്രെയിനും തനിക്കറിയാവുന്ന ഓരോ കഥകൾ പറയുന്നു. അവിടെ വരുന്ന പ്രായമുള്ളവർ ഓരോ കഥ പറയുന്നു. അവസാനം പറഞ്ഞ് ഈ ഇവരുടെ എല്ലാവരുടെയും സംസാരം വീണ്ടും തലയില്ലാത്ത ആ കുതിരക്കാരന്റെ കാര്യത്തിലെത്തുന്നു. പള്ളിക്കടുത്ത് ഒഴുകുന്ന ആ അരുവിയിൽ അതിന് കുറുകെ ഒരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജാണ് കുതിരക്കാരന്റെ, അതായത് ഈ തലയില്ലാത്ത കുതിരക്കാരന്റെ ഒരു അതിർത്തി എന്നാണ് അവസാനം പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇതിനപ്പുറത്തേക്ക് അയാൾ കടക്കുന്നില്ല എന്ന് എല്ലാവരും പറയുന്നു. ഇപ്പോ ഈ യാതൊരുവിധ പ്രേതകഥകളിലും വിശ്വാസമില്ലാത്ത ബ്രോവർ എന്നൊരു വ്യക്തിയെ ഈ കുതിരക്കാരൻ ആ ബ്രിഡ്ജിൽ നിന്നെടുത്ത് അരുവിയിലേക്ക് എറിഞ്ഞു എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. അത് കേട്ട് ബ്രോം ബോൺസ് അയാൾക്ക് ഉണ്ടായ ഒരു കഥ പറയുന്നു. ബ്രോം ബോൺസ് ഒരിക്കൽ കുതിരപ്പുറത്ത്, തന്റെ കുതിരയായ ഡെയർ ഡെവിളിന്റെ പുറത്ത് ഈ വഴിക്ക് വരുമ്പോൾ ഈ ഹെഡ്ലെസ് ഹോഴ്സ്മാനെ കാണുകയും ഇവർ രണ്ടുപേരും ഏകദേശം ഒരു റേസിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് ബ്രോം ബോൺസ് പറയുന്നത്. അവസാനം ഈ ബ്രിഡ്ജിന്റെ അടുക്കലേക്ക് എത്തിയപ്പോഴത്തേക്ക് ബ്രോം ബോൺസ് കുതിരക്കാരനെ ഓവർടേക്ക് ചെയ്യുകയും ബ്രിഡ്ജ് കയറി അപ്പുറത്തെത്തിയതും തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഹെഡ്ലെസ് ഹോഴ്സ്മാൻ പെട്ടെന്ന് ഒരു തീകോളമായി മാറി അപ്രത്യക്ഷനായി എന്നാണ് ബ്രോം ബോൺസ് പറഞ്ഞത്. ഈ കഥകളൊക്കെ കേട്ട് എല്ലാവരും ഇരുന്നു. അതിനുശേഷം ഈ പാർട്ടിയൊക്കെ ഏകദേശം തണുത്തു തുടങ്ങി. അപ്പോൾ പതുക്കെ ബോറടി തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഇക്കബോത്ത് ക്രെയിൻ കിട്ടിയ അവസരത്തിൽ കട്രീന അടുക്കലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ അവർ എന്തോ സംസാരിക്കുകയൊക്കെ ചെയ്തു. എഴുത്തുകാരൻ അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. പക്ഷെ അതിനുശേഷം ഇക്കബോത്ത് ക്രെയിൻ വളരെയധികം സങ്കടത്തോടും ഫ്രസ്ട്രേഷനോടും കൂടിയാണ് തിരികെ വന്നത്. അയാൾ നേരെ പോയി തന്റെ കുതിരയെ അവിടെ കെട്ടിയിരുന്നു. തന്റെ കുതിരയല്ല, കടം വാങ്ങിച്ച കുതിരയാണ്. തന്റെ ഒരു നെയ്ബറായ വോൺ ട്രിപ്പിയറുടെ ഒരു കുതിരയാണ്, ഒരു പ്രായമായ ഒരു കുതിരയായിട്ടാണ് ഇക്കബോത്ത് ക്രെയിൻ വന്നത്. അയാൾ ആ കുതിരയെ ചവിട്ടി എഴുന്നേൽപ്പിച്ച് തിരിച്ച് താൻ താമസിച്ചിരുന്ന ഇടത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പോകുന്ന വഴി കുറച്ചെത്തിയപ്പോഴാണ് ഇക്കബോത്ത് ക്രെയിൻ അവിടെ സംസാരിച്ചിരുന്ന പല കാര്യങ്ങളും ഓർത്തത്. അതായത് പഴയ പ്രേതകഥകളൊക്കെ പലരും സംസാരിച്ചല്ലോ. അപ്പോ അത് ഓർത്ത് അയാൾ ചെറുതായിട്ടൊന്ന് ഭയപ്പെട്ട സമയത്ത് തന്നെയാണ് അയാൾ മനസ്സിലാക്കിയത് ഈ പറയുന്ന സ്ലീപ്പി ഹോളോയിൽ താൻ എത്തിച്ചേരുകയും ചെയ്തു എന്ന്. അങ്ങനെ ഇക്കബോത്ത് കുതിരപ്പുറത്ത് ആ സ്ലീപ്പി ഹോളോയിലെ അരുവിക്കരികിലെത്തി. അവിടെ ആദ്യത്തെ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെ പലകൾ ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ്. അപ്പോൾ അതിനരികിലേക്ക് വന്നപ്പോഴാണ് ഇക്കബോത്ത് അതിന്റെ അപ്പുറത്ത് എന്തോ ഒരു വലിയൊരു രൂപം നിൽക്കുന്നത് കണ്ടത്. അതെന്താണെന്ന് ഇക്കബോത്തിന് മനസ്സിലായില്ല. ഇങ്ങനെ ചെറുതായിട്ട് പേടിച്ചിട്ടാണെങ്കിലും പാലം കടക്കാൻ വേണ്ടി ഇക്കബോത്ത് അടുക്കിലേക്ക് പോയി. അപ്പോഴാണ് അതൊരു കുതിരക്കാരനാണെന്നും ഒരു വമ്പൻ കുതിരയും അതിനു മുകളിൽ
അതുപോലെ തന്നെ വലിയൊരു മനുഷ്യനും ഇരിക്കുന്നതായി ഇക്കാബോധ് കാണുന്നു. ഇക്കാബോധ് പെട്ടെന്ന് തന്നെ കുതിരയുടെ സ്പീഡ് കൂട്ടി പാലം കടക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ കുതിരയാവട്ടെ വേറൊരു വഴിക്ക് ഇറങ്ങി ഒറ്റ ഓട്ടം ഓടുകയും ചെയ്തു. ഇക്കാബോധ് എങ്ങനെയൊക്കെയോ കുതിരയെ പിടിച്ച് കൂടുതൽ സ്പീഡിൽ ഓടാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ ഈ കുതിരക്കാരനാവട്ടെ അതേപോലെ തന്നെ ഇക്കാബോധിന്റെ കൂടെ സ്പീഡിൽ തന്നെ വരികയാണ്. ഇക്കാബോധ് അന്നേരം എന്ത് ചെയ്തു? എന്നാൽ കുതിരക്കാരൻ ആദ്യം പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇക്കാബോധ് സ്ലോ ചെയ്യുന്നു. അതേസമയം പിന്നെയും ആ കുതിരക്കാരനും സ്ലോ ആവും. ഇങ്ങനെ കുറച്ചു നേരം പോയപ്പോഴാണ് ഇടയിൽ എപ്പോഴോ ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഇക്കാബോധ് കാണുന്നത് കുതിരക്കാരന് തലയില്ല. അത് കണ്ടതോടുകൂടി ഇക്കാബോധിന്റെ കിളി പോയി. സർവ്വശക്തിയും എടുത്ത് കുതിരയെ ആഞ്ഞു തൊഴിക്കുകയും അങ്ങനെ കുതിരയെ ഏറ്റവും മാക്സിമം സ്പീഡിൽ ഓടിക്കാൻ ഇക്കാബോധ് ശ്രമിച്ചു. പോകുന്ന വഴിക്ക് എപ്പോഴോ ഇക്കാബോധ് ഇരുന്ന സാഡിൽ ഊരി തെറിച്ച് വീഴുകയും അത് പുറകെ അതേ സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന ഹെഡ്ലെസ് ഹോഴ്സ്മാൻ ചവിട്ടി തകർക്കുകയും ചെയ്ത സൗണ്ട് ഇക്കാബോധ് കേട്ടു. ഇരിക്കാൻ സാഡിലില്ലാതായതോടുകൂടി ഇക്കാബോധ് ഈ ഓടുന്ന കുതിരയുടെ മണ്ടയിൽ നിന്ന് വീഴാനൊക്കെ തുടങ്ങി. എങ്ങനെയൊക്കെയോ അതിന്റെ കഴുത്തിലും സൈഡിലൊക്കെ പിടിച്ച് ഇക്കാബോധ് ഒരു വിധത്തിൽ കുതിരയുടെ പുറത്ത് തന്നെ ഇരുന്നു. അങ്ങനെ കുറെ പോയപ്പോഴാണ് മറ്റേ ഹെഡ്ലെസ് ഹോഴ്സ്മാന്റെ അതിർത്തിയായ ആ ബ്രിഡ്ജ് ഇക്കാബോധ് കണ്ടത്. അത് കണ്ടപ്പോൾ ഇക്കാബോധിന് ഒരു ആശ്വാസം വന്നു. ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുതിരക്കാരൻ തന്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ സർവ്വശക്തിയും എടുത്ത് കുതിരയെ അയാൾ ഓടിച്ച് ബ്രിഡ്ജ് കടന്നതും അയാൾ തിരിഞ്ഞ് നോക്കി കുതിരക്കാരൻ പോയോ ഇല്ലയോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇക്കാബോധ് കണ്ടത് തലയില്ലാത്തതാണെങ്കിലും കുതിരക്കാരന്റെ തല അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ ആ തലയെടുത്ത് ഇക്കാബോധിന് നേരെ വലിച്ചെറിഞ്ഞു. ഇക്കാബോധിന് മാറാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അത് ഇക്കാബോധിന്റെ തലയിൽ തന്നെ വന്നിടിച്ചു. ഇക്കാബോധ് ബോധരഹിതനായി അവിടെ വീണു. അടുത്ത ദിവസം രാവിലെ ഇക്കാബോധ് കടം വാങ്ങിച്ച ആ കുതിര ഉടമസ്ഥന്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. അതിന് സാഡിലില്ലായിരുന്നു. അല്ല, ഇത് കണ്ട റിപ്പിയർ ഇക്കാബോധ് എവിടെ പോയെന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചു വന്ന നാട്ടുകാരും എല്ലാവരും കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇക്കാബോധിനെ ഏതായാലും ആരും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവിടെ കുതിര ഓടിയ വഴിയിൽ അവിടെ ഒരു മത്തങ്ങ കിടപ്പുണ്ടായിരുന്നു, തകർന്നതായിട്ട്. അങ്ങനെ എല്ലാവരും ഇക്കാബോധിന് എന്ത് പറ്റി എന്ന് വളരെയധികം ആലോചിച്ചു. പക്ഷെ ആർക്കും ഉത്തരവൊന്നും ഉണ്ടായില്ല. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് ഏതോ ന്യൂയോർക്കിൽ പോയൊരു അവിടുത്തെ തന്നെ ഒരു കർഷകൻ പറഞ്ഞു ഇക്കാബോധിനെ അവിടെ കണ്ടു എന്നും ഇപ്പോ ലോ ഒക്കെ പഠിച്ച് അയാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ കയറിയെന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞത്. അപ്പോൾ ഇക്കാബോധ് ജീവനോടുണ്ട്. എന്നാൽ ഇക്കാബോധിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി പലതരത്തിലുള്ള കഥകൾ ആ നാട്ടിൽ പരന്നു. അവിടുത്തെ പഴയ ഡച്ച് സെറ്റിലേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നത് കുതിരക്കാരനും അതുപോലെ തന്നെ മറ്റേതോ സ്പിരിറ്റ്സും ചേർന്ന് ഇക്കാബോധിനെ എടുത്തുകൊണ്ട് പോയി എന്നാണ്. എന്നാൽ ഈ കഥകളൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പറയുമ്പോൾ ബ്രോംബോൺസ് അവിടെ അടുത്ത് തന്നെ ഇരുന്ന് തനിക്ക് എന്തോ അറിയാമെന്നുള്ള രീതിയിൽ ചിരിക്കുമായിരുന്നു. ബ്രോംബോൺസിന് എന്തോ പങ്കുണ്ടെന്നും ആൾക്കാർ വിചാരിച്ചു വരും. അങ്ങനെ ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം ഹെഡ്ലെസ് ഹോഴ്സ്മാനെ ആൾക്കാർ കൂടുതൽ പേടിക്കാനും ഒക്കെ തുടങ്ങി. ഇക്കാബോധ് ക്രെയിൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സ്കൂൾ ഹൗസ് ആവട്ടെ തകർച്ചയിലേക്ക് പോവുകയും അവിടെ പിന്നെ ആ നാട്ടിൽ ആരും കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ വിടുകയൊന്നും ചെയ്തില്ല. മറ്റൊരു സാറ് വന്നിരുന്നു, അയാൾ വീടുകളിൽ പോയി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ സ്കൂൾ ഹൗസ് ആവട്ടെ പിന്നീട് ആൾക്കാർ പറയുന്നത് അവിടെ നിന്ന് ആരോ സങ്കീർത്തനങ്ങൾ പാടുന്നതായൊക്കെ കേൾക്കാമെന്നായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.